ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ സന്തോഷ് പണ്ഡിറ്റ് സാറാണ്. ആമുഖം ആവശ്യമില്ലാത്ത ബഹുമുഖ പ്രതിഭ എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. നമസ്കാരം സർ. നമസ്കാരം. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സ്റ്റാറായ ഒരു ആൾ, അതാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ വിശേഷണം. എങ്ങനെയാണ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ താങ്കൾക്ക് ഇത്രയേറെ ജനപ്രീതി നേടാൻ സാധിച്ചത്? യഥാർത്ഥത്തിൽ ഈ ചോദ്യം എൻ്റെ ആരാധകരോടും വിമർശകരോടൊക്കെയാണ് ചോദിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം പുതുമയോടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിലേക്ക് നൽകുമ്പോൾ അത് ആളുകൾക്കതൊരു പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സത്യം. പക്ഷേ അതുതന്നെയാണ് അതിൻ്റെ ഒരു മൈനസായിട്ടും വരിക. കാരണം ഇന്നേ വരെ ഉള്ളൊരു ഒരു കൺസെപ്റ്റുണ്ട്. ആ കൺസെപ്റ്റിനെ ഓപ്പോസിറ്റായിട്ട് പെട്ടെന്നൊരു ഇത് വരുമ്പോൾ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പാടും എന്ന് മുൻകാല ധാരണയുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അറ്റ് ദ സെയിം ടൈം ഇത് ഇങ്ങനെയും ആകാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എന്നോട് ചിലർ ചോദിക്കണ്ടേ, സാറ് കണ്ണാടി ഒന്നും നോക്കാറില്ലേ, ഇങ്ങനെ സൗന്ദര്യം കുറഞ്ഞ ആളുകളൊന്നും ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നമ്മളെ നാട്ടിൽ അങ്ങനെ ഈ സൗന്ദര്യമുള്ളവനെ അഭിനയിക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 100-ൽ 10 ആളുണ്ടാവും നല്ല സൗന്ദര്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ നമ്മളുടെ എല്ലാ നടന്മാരും നടിമാരൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളുമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ സിനിമ എന്ന് പറയുമ്പോൾ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 10% ആളുകളാണ്. നമ്മൾ കാണുന്ന സിനിമ മുഴുവൻ വളരെ അപൂർവം ചില സിനിമ ഒഴിച്ചാലുള്ളൂ. അപ്പോൾ ഈ 90% ദാറ്റ് ഈ സൗന്ദര്യം കുറഞ്ഞ ആളുകൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ആരുമില്ല. ഇവരെ വീട്ടിലൊന്നും ഒരു കുടുംബകഥ നടക്കുന്നില്ലേ? സൗന്ദര്യമുള്ളവൻ്റെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ സൗന്ദര്യം ഇല്ലാത്തവൻ്റെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് പറയണ്ടേ. ഒരു പുതിയ സംരംഭം, അതായത് ഒരു സംവിധായകൻ ആദ്യമായി ഒരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നായകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെക്കാൾ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നേരിടാനുള്ളൊരു എക്സ്പീരിയൻസ് അത് താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? എക്സ്പീരിയൻസ് എന്നോ തൊലിക്കട്ടിന്നോ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് തൊലിക്കട്ടി വരുന്നത് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. കാരണം ഞാൻ എൻ്റെ വിമർശകരുടെ ഭാഷ കടമെടുത്തതാണ്. അവരാണ് പറഞ്ഞത് ഇയാൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഇതിലെ കാര്യം കോൺഫിഡൻസ് ആണ് ഇതിലെ പ്രധാന കാര്യം. എനിക്ക് അതായത് എങ്ങനെ കോൺഫിഡൻസ് വന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡ്രാമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുവിധം സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പരമാവധി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അത് ഒരു ധൈര്യം, ഒരു വശം. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ലക്ഷ്മി സരസ്വതിയുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ കലാപരമായിട്ടോ ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു വേള കൃഷ്ണൻ്റെ ആദ്യം പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പരാജയമായിരിക്കും. കാരണം ഒരു പരാജയം എന്താണെന്ന് ഞാൻ ഇതുവരെ അറിയാത്തൊരു വിദ്യാർത്ഥി. അടുത്തൊരു കാര്യം, കൃഷ്ണനും രാധയും മലയാള സിനിമയിൽ ശരിക്കൊരു മാറ്റത്തിന് വഴിതെളിക്കാവുന്നൊരു സിനിമയായിരിക്കും. കാരണം 8 ഗാനങ്ങൾ, അതുപോലെ തന്നെ ഡയലോഗുകൾ. അതുമാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ വയലന്റ് ലവ് സ്റ്റോറി എന്നാണ് അതിനെക്കുറിച്ച് താങ്കൾ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഒരു സിനിമയിൽ എന്താണ് താങ്കളൊരു പ്രത്യേകത ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഗാനങ്ങൾ മാത്രമാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഞാൻ മനസ്സിലാക്കിയാൽ നമ്മൾ ഒഴുക്കിനെതിരെ നിന്ന്, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എല്ലാവരും ചെയ്യുന്ന ഒരു കൺവെൻഷണൽ ശൈലിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വിമർശകർ എന്നോട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ സിനിമയിലെ പാട്ടിൻ്റെ ഇടയിൽ ഒരു അടിസീനൊക്കെ കാണുന്നുണ്ടായി, ഇതെന്ത് അടിയാണ് കേട്ടോ, നിങ്ങൾ സിനിമയൊന്നും കാണാറില്ലേ എന്നാണ് എൻ്റെ വിമർശകർ ചോദിക്കുന്നത്. അടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ ഒരു നായകൻ വന്നു കഴിഞ്ഞാൽ ഒരു 50 ആൾ നിൽക്കണം, ഒറ്റയടിക്ക് ഈ നായകൻ അവരെ അടിക്കണം. അതാണ് ട്രഡീഷണൽ സ്റ്റൈൽ. അപ്പോഴാണ് ഞങ്ങൾ കൈയടിക്കാൻ പറ്റും. ഇത് നിങ്ങളൊരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു കിടക്കുന്നത്, അപ്പോൾ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ ഒരു ടീം വരുന്നു, നിങ്ങൾ അവനെ മട്ടലും തല്ലൊക്കെ എടുത്ത് തല്ലുന്നു, അവൻ കുറേ ഇങ്ങളെയും തല്ലുന്നു, കുറേ നിങ്ങൾ അങ്ങോട്ടും തല്ലുന്നു, ഇതെന്ത് തല്ലുന്നു. അപ്പം ഞാൻ അവനോട് എളുപ്പത്തിൽ ചോദിച്ചു, എടാ ഈ ഒരു സിറ്റുവേഷൻ നിൻ്റെ ജീവിതത്തിലാണെന്ന് ചോദിച്ചോ, നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കറക്റ്റ് സന്തോഷ് സാർ എന്താണോ ചെയ്തത് അത് എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഓക്കെ, അതാണ് എൻ്റെ വിജയം. നീ പറഞ്ഞല്ലോ നിന്റെ ജീവിതത്തിൽ ആണെങ്കിൽ നീ ഇങ്ങനെയാണ് അവനെ തല്ലാന്ന് പറഞ്ഞില്ല. കാരണം നമ്മൾ എക്സ്ട്രാ ഹ്യൂമൻ ബീയിങ്
ഞാൻ അതിനെതിരല്ല. എക്സ്ട്രാ ഹ്യൂമൻ ബീയിങ് ആയിട്ട് സിനിമയാണ്. അവൻ പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ അതിന് സിനിമയായിട്ട് എടുക്കാവും. അപ്പം ഞാൻ പറഞ്ഞ സിനിമ അങ്ങനെ എടുക്കാവൂ എന്നുള്ള നിയമങ്ങളൊന്നുമില്ല, ഇതിന് റിട്ടേൺ നിയമങ്ങളൊന്നുമില്ല. ഇങ്ങനെയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറഞ്ഞല്ലോ ഇത് നിങ്ങളെ ലൈഫായിട്ട് നിങ്ങൾക്ക് തോന്നിയത്, അതെൻ്റെ വിജയമാണ്. അതേപോലെ അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നിങ്ങളെ മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ തൊട്ട് ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമ വരെ മുഴുവൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ കൃഷ്ണൻ്റെ ആദ്യം കാണുകയാണെങ്കിൽ പോലും ഞാൻ പറയുന്നു ഇതിൽ ഒരു ഡയലോഗ് നിങ്ങൾ ഇന്നേ വരെ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം, ആദ്യം തന്നെ ഹിറ്റായത് ഗാനങ്ങളാണ്. ഗാനങ്ങൾ വരുമ്പോൾ ഇന്റർനെറ്റ് സർവേകൾ അനുസരിച്ച് ഏതാണ്ട് 25 ലക്ഷത്തിലധികം ഇന്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ ന്യൂയോർക്കിന്റെ 25 ലക്ഷത്തിലാണ്. എന്നാൽ ഈ ഗാനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും ഇതുവരെ കാണാത്തൊരു രീതി അല്ലെങ്കിൽ ശൈലിയാണ് അതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ, അതുപോലെ തന്നെ രാത്രി ശുഭരാത്രി എന്നീ ഗാനങ്ങൾ. അപ്പോൾ ഇത്തരം ഒരു ഗാനങ്ങൾ ഒരുക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? അതിൻ്റെ ഒരു ഏറ്റവും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫിലിം നിർമ്മിച്ചത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ കടുത്ത സാമ്പത്തിക ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചാൽ പാട്ടൊന്നും വേണ്ട, ശരിക്കും അത് കേൾക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമുണ്ടാവും. ഈ 8 പാട്ടും ഇല്ലാതെ ഞാനൊരു 1.5 മണിക്കൂർ ഫിലിമായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇതിൻ്റെ സ്റ്റോറി ഞാൻ പലരും ഡിസ്കസ് ചെയ്യും, കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റുന്ന എങ്ങനെയെന്ന് നോക്കും. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ്റെ കഥ, പ്രേമം, വിരഹം, ഇതൊക്കെയാണ് സിനിമേൻ്റെ സ്റ്റോറി, നല്ല സ്റ്റോറി. എന്നിട്ട് ഇതിൽ എന്തുകൊണ്ടൊരു പാട്ടില്ല, അതെന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നത്. എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആളെടുത്ത് ചെന്നു. അയാളോട് എനിക്ക് ശരിക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം നിങ്ങളൊക്കെ ഒരു കുഞ്ഞു പടത്തിൽ ഇത്ര പാട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ ഇതാക്കി. അപ്പം ഞാൻ മാനസികമായി തകർന്നു. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പൈലെ രാത്രി ശുഭരാത്രി. അപ്പം അതിൽ ഞാൻ പറഞ്ഞു സാർ പ്രിയേ ഓ പ്രിയേ എന്നാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ആ ലൈനൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തു, സാർ പ്രിയ എന്നുള്ള വാക്ക് വേണം. കാരണം വെച്ചാൽ അതിൻ്റെ അടുത്ത സീനിൽ ഈ പെൺകുട്ടി പറയാം, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന ആൾ അവസാനം നിങ്ങൾ എന്നെ പറ്റിച്ചു എന്നൊരു വീഡിയോ ഒരു വരാണ്ട്, നിങ്ങളുടെ പേര് പറഞ്ഞ് നടന്നു പറഞ്ഞിട്ട് ആ പാട്ടിൽ പ്രിയ എന്നുള്ള വാക്കില്ലെങ്കിൽ ആ പറയുന്നത് തമ്മിലൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്മാറാൻ തയ്യാറായില്ല. അല്ല യെസ്. അപ്പോൾ അവിടുന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത്, നീ അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയൊക്കെ സിറ്റുവേഷൻ അറിയാം, ഇതെല്ലാം അറിയുമ്പോൾ പിന്നെ നിനക്കങ്ങ് എഴുതിക്കൂടെ. അങ്ങനെ ഞാൻ എഴുതിയ സോങ്സാണിത്, മനസ്സിലല്ലേ. പിന്നെ കുട്ടികളുടെ സോങ്, എൻ്റെ പെങ്ങളുടെ ഒരു മോളുണ്ട്, ഒരു വർഷ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു മാമനെ കുട്ടികളൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികളുടെ പാട്ടില്ലായിരുന്നെന്ന്. അങ്ങനെയാണ് ഈ അംഗനവാടിയിലെ ടീച്ചറിൽ നിന്നിരുന്നത്. അപ്പം പിന്നെ ഗോകുലനാഥനൊക്കെ ഉള്ളക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചു. കൂടുതൽ ഹിറ്റായത് ഭയങ്കര സ്ത്രീകൾക്കിടയിൽ ഏറ്റവും ഹിറ്റാണത്. അവർ ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ മൊബൈലിലും ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പലരും. ഇന്ത്യ വിഷനിലെ പൊളിറ്റിക്സ് എന്ന പ്രോഗ്രാമിൽ പക്ഷേ ഞാൻ കാണിച്ചാൽ ഇതെല്ലാം ചിത്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞ 8ലേക്ക് എങ്ങനെ എത്തിയെന്നാണ്. 5 പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗോകുലനാഥൻ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം CD-യിൽ ഇത് കേട്ടിട്ടില്ലാരും പറഞ്ഞു സന്തോഷം ഇത് തമിഴും ഹിന്ദിയൊക്കെ ഉള്ളതല്ലേ, ശരിക്കും ആ പാട്ടിൻ്റെ ഒരു പക്ക തെലുങ്ക് ഹിന്ദി തമിഴ് ലുക്ക് ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാൻ വയ്യ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ് അംഗനവാടിയിലെ ടീച്ചറെ പാട്ട് 7ആയി. അങ്ങനെ 7ൽ ഞാൻ ഉറപ്പിക്കുക. അപ്പോഴാണ് ഈ സിനിമയിലെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി പല കുട്ടികളെയും ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വന്നു, യാതൊരു 5 വയസ്സായിട്ട് അഭിനയമില്ല. ഞാൻ അപ്പോഴേ ഈ കുട്ടിയെ ഒഴിവാക്കി. അപ്പോൾ ഈ ട്രാക്കെല്ലാം അവൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഭയങ്കര പാട്ട് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. അപ്പോൾ പാട്ടുണ്ട് കേട്ടോ, കുട്ടി ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കും. അപ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എൻ്റെ 7 പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തരക്കാർക്കുള്ള പാട്ടുണ്ടെന്ന്. ഈ 7 പാട്ടും കേട്ടിട്ട് കുട്ടി എന്നോട് ചോദിച്ചാൽ സന്തോഷമായിട്ട് അതിൽ ഐറ്റം ഡാൻസ് ഒന്നുമില്ലേ, നിങ്ങൾ തമിഴ് ഹിന്ദിയൊക്കെ ചെയ്യുന്ന ആളല്ലേ. അതെൻ്റെ അഹങ്കാരത്തിന് ഭയങ്കര അടിയായി. അങ്ങനെ ആ കുട്ടി റൂമിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. അടുത്ത് തന്നെയായിരുന്നു. ഞാൻ എഴുതിയ പാട്ടാണ് മമ്മമായ. പക്ഷെ അത് മാത്രമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ലഭിക്കാത്തൊരു പാട്ട്. തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ ഹേ.